റമദാനിന് മാസത്തിൽ ഇറങ്ങിയ വിശുദ്ധ ഖുർആൻ നമ്മൾ ധാരാളമായി പാരായണം ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ വസന്തമായി റബീഅ ഖുലൂബന, നമ്മുടെ ഹൃദയത്തിൻ്റെ വസന്തമായി മാറേണ്ടുന്ന വിശുദ്ധ ഖുർആൻ ഈ പുതിയ കാലത്തേക്ക് പുതിയ ചിന്തയിട്ട് തരുന്നു. എത്ര വർഷം മുമ്പ് ഇറങ്ങിയതാണെങ്കിലും അതിൻ്റെ പ്രഭ ചൊരിയുകയാണ്. വലിയ കെടാത്ത വിളക്കായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ശോഭിച്ചു നിൽക്കുകയാണ്. പാരായണത്തിനപ്പുറത്ത് നമ്മൾ അതിനകത്തേക്കൊന്ന് വഴി നടന്ന് ചിന്തിക്കുകയാണെങ്കിൽ അല്ലാഹുവിൻ്റെ ഖുർആൻ സൂറത്തുൽ ഇസ്രാഇന്റെ 9-ാമത്തെ വചനം ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. നിയമസഭക്കകത്ത് മറ്റു ചർച്ചകൾ മാറ്റിവെച്ച് ഈ പുതിയ സമൂഹത്തെ എങ്ങനെ വഴി നടത്താമെന്ന് കേരളത്തിന്റെ നിയമസഭക്കുള്ളിൽ ചർച്ച തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അഭിമാനത്തോടെ നമുക്ക് പറയാം, ഇതാ ഞങ്ങളുടെ ഖുർആനിൽ ലോകത്തിന് പരിഹാരമുണ്ട്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ശരിയായ ചൊവ്വായ മാർഗത്തിലേക്ക് വഴി നടത്തും. എല്ലാ അന്ധകാരങ്ങളിൽ നിന്ന് മനുഷ്യനെ തിരിച്ചു നടത്താൻ വെളിച്ചത്തിന്റെ വിളക്കായിക്കൊണ്ട് ഈ ഖുർആൻ ലോകത്തിന് മുമ്പിൽ തന്നിട്ടുണ്ട്. യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. ഈ അല്ലാഹുവിന്റെ സന്ദേശം ജനങ്ങളെ എല്ലാ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി നടത്തുന്ന ഗ്രന്ഥമാണ്. അതിന് ആ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയണം. പരിഹാരം നമുക്കതിനകത്തുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത്. ഏറ്റവും പ്രധാനമായ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഖുർആൻ ഒന്ന് പഠിക്കുക. ഈ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം നമ്മുടെ നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്, ഖുർആൻ തുറന്നു നോക്കുന്നുണ്ട്, വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അതിനകത്ത് അല്ലാഹ് നൽകിയ മെസ്സേജ് എന്താണ്, സന്ദേശം എന്താണ്, അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന വലിയ ബാധ്യതയുണ്ട്. ഖദ് ജാഅകും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ. നിങ്ങൾക്കിതാ ഒരു നൂറ് തന്നിരിക്കുന്ന ഒരു പ്രകാശം, വകിതാബും മുബീൻ, നിങ്ങൾക്കിതാ വ്യക്തത വിശദീകരണമായി നൽകുന്ന ഒരു ഗ്രന്ഥം ഇതാ തന്നിരിക്കുന്നു, വന്നെത്തിയിരിക്കുന്നു. ഇത് കയ്യിൽ പിടിച്ചിരിക്കാനല്ല, ആർക്കും കൊടുക്കാതെ കാണാതെ സൂക്ഷിക്കാനുള്ളതല്ല, ഇത് പങ്കുവെക്കാനുള്ളതാണ്. യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂരി ബിഇദ്നിഹി വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. ഏറ്റവും ശരിയിലേക്ക്, ഏറ്റവും നല്ല സിറാത്തുൽ മുസ്തഖീമിലേക്ക് ജനങ്ങളെ വഴി നടത്തുന്ന അമൂല്യ ഗ്രന്ഥമാണ് ഈ ഖുർആൻ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളുടെ അടിസ്ഥാന കാരണം എന്താ? ലഹരിയാണ്, മ്യൂസിക്കൽ പാർട്ടികളാണ്, DJ പാർട്ടികളാണ്, പലിശ ഇടപാടുകളാണ്, സിനിമകളാണ്, വയലൻസിന്റെ വിവിധങ്ങളായ സന്ദേശങ്ങളാണ്. ഇതിനെ എല്ലാത്തിനെയും നമ്മളൊന്ന് പരിശോധിച്ചാൽ അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളെയും ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. സമൂഹത്തിനും നാടിനും ശരീരത്തിനും മനസ്സിനും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളെയും യുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, മനുഷ്യർക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ മാത്രം ഹലാലാക്കി കൊടുത്തു. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, മ്ലേച്ഛമായ ഉപദ്രവകരമായ സാധനങ്ങളെല്ലാം അവർക്ക് ഹറാമാക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പോകാൻ പാടില്ല, പിന്നെ അത് തൊടാൻ പാടില്ല. ഏറ്റവും ലളിതമായ ഉദാഹരണം നോക്കൂ. മദ്യത്തെക്കുറിച്ച്, ചൂതാട്ടത്തെക്കുറിച്ച്, പ്രശ്നങ്ങളെ വെച്ച് നോക്കുന്ന അമ്പുകളെ കുറിച്ചൊക്കെ ഖുർആനിലെ ആയത്ത് പറയുന്നുണ്ട്. ഇത്തരം സാധനങ്ങളൊക്കെ എന്താ ഉണ്ടാക്കുക? റിജ്സും മിൻ അമലി ശൈത്താൻ, അത് പിശാചിന്റെ മ്ലേച്ഛതയാണ്. അത്ര വൃത്തികെട്ട സാധനമാണെന്ന് പറഞ്ഞ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫജ്തനിബൂഹു, നിങ്ങൾ അതൊക്കെ പാടെ ഉപേക്ഷിക്കണം. നമ്മുടെ നാട് നന്നാകണോ? നമ്മുടെ വീട്ടിൽ കൊലപാതകങ്ങൾ വരാതിരിക്കണോ? നമ്മുടെ തൊട്ടപ്പുറത്തെ അയൽവാസി കുടുംബസമേതം വിഷം കഴിച്ച് മരിക്കാതിരിക്കണോ? നമ്മുടെ മനസ്സിലുണ്ടാവണം ഈ സന്ദേശം. ഇത് പിശാചിന്റെ ദുഷ്പ്രേരണകളുള്ള സാധനങ്ങളാണ്, നിങ്ങളത് പാടെ ഒഴിവാക്കണം. ഇത്തരം കാര്യങ്ങൾ ഒരു നാട്ടിൽ പടർന്നാൽ എന്താ സംഭവിക്കുക? ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിർ.
ഈ മദ്യത്തിലൂടെ, ചോദാട്ടത്തിലൂടെ പിശാച് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ അദാവത്തും ബഗ്ദാവും ഉണ്ടാക്കാനാണ്. ശത്രുത, ദേഷ്യം, പക. നിങ്ങൾക്കിടയിൽ ദേഷ്യവും പകയും ഉണ്ടാക്കി അടിയുണ്ടാക്കാൻ, വയലൻസ് ഉണ്ടാക്കാൻ, ശത്രുത പരത്താൻ പിശാചുണ്ടാക്കുന്ന കെണിയാണ് ഇതിനകത്ത്. വയസുദ്ധക്കും മന്ദിക്കിരില്ല, സമാധാനം നൽകുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് ഇതൊക്കെ നിങ്ങളെ തടയും. വാനിസ്വലാ, മനുഷ്യൻ നന്നാവാനുള്ള നമസ്കാരമാണെങ്കിൽ നിസ്കാരത്തിൽ നിന്നും നിങ്ങളെ ഇത് തടയും. അതുകൊണ്ട് ഖുർആൻ അവസാനം ചോദിച്ചു, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്കിത് ഉപേക്ഷിക്കാനായില്ലേ? ഇതൊന്നും നിർത്താനായില്ലേ? ഇതൊന്നും നിരോധിക്കാനായില്ലേ എന്നാണ് ചോദ്യം. ഈ സാധനങ്ങളൊന്നും ഒരു നാട്ടിൽ നിന്ന് നിരോധിക്കാൻ നിങ്ങൾക്ക് സമയമായില്ലേ? മദ്യത്തിന്റെ പുതിയ പുതിയ ഷാപ്പുകൾ തുടങ്ങാൻ പറ്റുമോ നോക്കുക. പുതിയ പുതിയ പേരിട്ടുകൊണ്ട് ജനകീയവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പുതിയ നിർമ്മാണ കമ്പനികൾക്ക് അനുമതി കൊടുക്കുക. ലഹരി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. പിടിക്കാൻ ഇവിടെ സേനകളില്ലേ? ഇവിടെ നിയമങ്ങളില്ലേ? ഇതിനെ ഒതുക്കി നിർത്താൻ ഇത്ര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ ഈ സാധനങ്ങൾ നിയന്ത്രിക്കാൻ ഒരു പരിഹാരമില്ലേ? ഉണ്ട്, വേണമെന്ന് വിചാരിക്കണം. ഇതൊക്കെ നിർത്തണമെന്നൊരു തോന്നലുണ്ടാക്കണം. ഇസ്ലാം അന്നിറങ്ങിയ ജാഹിലിയത്തിലെ ധിക്കാരികളായിരുന്ന മനുഷ്യരുണ്ടായിരുന്നു. സകല തിന്മകളുടെ കുത്തരങ്ങിൽ വീണ മനുഷ്യരുണ്ടായിരുന്നു. അന്നും ലഹരിയും കൊലപാതകം ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞത് നിർത്താൻ നിങ്ങൾക്ക് സമയമായില്ലേ? ഈ ലഹരി എത്രക്ക് വ്യക്തമാക്കി അത് പഠിപ്പിച്ചു. നേരെ മറിച്ച് അള്ളാന്റെ കലാമിലേക്ക് മടങ്ങി വന്നാൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഈ ഹുദയുടെ മാർഗത്തിലേക്ക് വന്നാൽ, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ, ഈ സന്മാർഗം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഫമൻ തബിയ ഹുദായ്, ആരാ മാർഗം സ്വീകരിക്കുന്നുണ്ടോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിക്കാനില്ല, അവർക്ക് ദുഃഖിക്കാനില്ല, അവർക്ക് വിഷമിക്കേണ്ടി വരൂല. ഈ കലാമിനെ, ഈ ഹുദയെ, ഈ സന്മാർഗത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് എന്ത് സമാധാനാണ്! ഈ നന്മ പരത്തുന്ന വേദഗ്രന്ഥത്തിനകത്ത് മുഴുവൻ മനുഷ്യർക്കിടയിൽ അച്ചടക്കം പഠിപ്പിച്ചു തരുന്ന ഗ്രന്ഥമാണ്. മനുഷ്യന്മാർ സമൂഹത്തിൽ, നാട്ടിൽ, രാഷ്ട്രീയത്തിൽ, ഏത് മേഖലയിൽ അവനൊരു അച്ചടക്കമുള്ള പൗരനാക്കി മാറ്റിയെടുക്കുകയാണ്. നമ്മുടെ സിനിമകൾ എന്താ പഠിപ്പിച്ചു കൊടുത്തത്? പുതിയ ഇറങ്ങിയ പല സിനിമകളുടെയും പരസ്യവാചകങ്ങൾ പോലും പഠിപ്പിക്കുന്നത് വയലൻസിന്റെ നരകത്തിലേക്ക് സ്വാഗതം. സിനിമന്റെ പരസ്യ മെസ്സേജാണ്. വയലൻസിന്റെ നരകത്തിലേക്ക് സ്വാഗതം. അടിയാണ് പഠിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വയലൻസ് കാണാൻ വരൂ എന്നടങ്ങുന്ന പ്രയോഗങ്ങൾ അടങ്ങി ഇത് അതിന് പെർമിഷൻ കൊടുത്ത്, അംഗീകാരം കൊടുത്ത് പ്രചരിപ്പിക്കാൻ, പ്രദർശിപ്പിക്കാൻ അനുവാദം കൊടുക്കുന്ന അവസ്ഥകൾ നമ്മുടെ നാട്ടിൽ പരക്കുമ്പോൾ ഈ ഖുർആൻ നിങ്ങൾക്ക് സമാധാനം തരും. നിങ്ങൾ ഇതിന്റെ വക്താവാണോ? നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരൂല, നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരൂല. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അള്ളാന്റെ മുമ്പിൽ ഞാൻ പോയി നിൽക്കേണ്ടവനാണ്, എൻ്റെ ദേഹേച്ഛകളെ നിയന്ത്രിക്കേണ്ടവനാണെന്ന ബോധത്തോടെ ജീവിച്ചാൽ സ്വർഗം അവന് ഉറപ്പ് നൽകുന്ന കാര്യമാണ്. മനുഷ്യനെ നിയന്ത്രിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കലാം, അള്ളാന്റെ കലാം, ഈ സന്ദേശം പുതിയ കാലഘട്ടത്തിൽ മാറ്റമുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഹൃദയസ്പർശിയായ വാക്കുകളാണ് അള്ളാഹ് കൊടുത്തിരിക്കുന്നത്. അതിനെന്തറിയണം? അതിൻ്റെ അർത്ഥമറിയണം. ഓതുന്ന സൂറത്തുൽ ഫാത്തിഹന്റെ അർത്ഥം അറിയണം. ഖുൽ ഹുവല്ലാഹു അഹദിന്റെ അർത്ഥമറിയണം, ആശയങ്ങൾ അറിയണം, അതിലുള്ളത് ചിന്തിക്കണം. അള്ളാഹ് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഇത് ചിന്തിക്കാത്തത്? നിങ്ങളുടെ തലക്ക്, നിങ്ങളുടെ ചിന്തകൾക്ക് പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവരെന്താ ഈ ഖുർആനിനെ കുറിച്ച് തദബ്ബുർ നടത്തി ഉറ്റാലോചിച്ച് ചിന്തിക്കാത്തത്? അമ്മലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവരുടെ കൽബുകൾക്ക് പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? എന്താ നിങ്ങളുടെ ഹൃദയം തുറന്ന് ഖുർആനിനകത്തേക്ക് കയറി വരാത്തത്? ഖുർആൻ ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സ്വപ്നങ്ങൾ നമുക്കുണ്ടായിരുന്നു? വീട്, കച്ചവടം, പുതിയ പുതിയ കടകൾ, പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങൾ, വീടിന്റെ മെയിൻ്റനൻസ്, കാറ്, വാഹനം, മക്കൾ, എന്തൊക്കെ നമുക്ക് സ്വപ്നങ്ങളായി
സഹോദരങ്ങളെ, നമ്മുടെ ഖബറിന്റെ അകത്ത് ചോദ്യങ്ങൾ ഇതൊന്നുമല്ല. നമ്മുടെ ദീനിനെ കുറിച്ച്, നമ്മുടെ റസൂലിനെ കുറിച്ച്, നമ്മുടെ ദീനിനെ കുറിച്ചാണ് ഖബറിലെ ചോദ്യം. അതിന് ഇന്ന് വരെ നമ്മുടെ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ ഖുർആനിന്റെ ഉള്ളറകൾ തേടുന്ന അമാനി മൗലവിയുടെ ഒരു തഫ്സീറിന്റെ കിതാബ് നിങ്ങൾക്ക് അഭിമാന പുരസ്സരം ഒരു കുടുംബക്കാരനോട്, ഒരു വിരുന്നുകാരനോട് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ വീട്ടിൽ ഒരു പരിഭാഷയുടെ ഗ്രന്ഥമുണ്ടോ? നമ്മൾ ഖുർആന്റെ ആളാന്ന് പറയുന്ന ആൾക്കാരാ. അതിനുള്ളിലുള്ള അർത്ഥം പോലും പറയാനും വായിക്കാനും പറ്റുന്നൊരു ഗ്രന്ഥമുണ്ടോ? അമ്മ ജുസ് എന്ന് പറയുന്ന 36 സൂറത്തുകൾ അടങ്ങിയിട്ടുള്ള ഏറ്റവും ചെറിയ വാചകങ്ങൾ, ആ അമ്മ ജുസ് എങ്കിലും നമുക്ക് അർത്ഥമറിയോ? നമ്മളെല്ലാ അധിക സമയങ്ങളിലും സുന്നത്ത് നിസ്കാരങ്ങൾ വരെ പാരായണം ചെയ്യുന്ന സൂറത്തുകളാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത്തുൽ കുർസി. എപ്പ പാരായണം ചെയ്യണം? എന്താണ് അതിന്റെ മഹത്വം? എന്താണ് അതിലെ അർത്ഥം? എത്ര പേർ ചിന്തിക്കുന്നുണ്ട്? ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ്, ഏറ്റവും ചെറിയ സൂറത്തുകളിൽ ഒന്ന്. ആ സൂറത്തിന്റെ അർത്ഥമൊന്ന്, തലമൊന്ന് നമുക്കറിയോ? അത് ഓതിയാലുള്ള പ്രതിഫലത്തെ കുറിച്ച് അറിയോ? നമുക്ക് ഓതേണ്ട സ്ഥലങ്ങളും സന്ദർഭങ്ങളും നമുക്കറിയുമോ? ഖുർആൻ പാരായണമെന്ന അടങ്ങാത്ത ആഗ്രഹം നമുക്കുണ്ടോ? ഞാൻ എന്നെയാണ് വിചാരണ ചെയ്യുന്നത്. നമ്മളെ വിചാരണ ചെയ്യണം. ഞാൻ ഓതുന്നുണ്ടോ? ഇത്ര ദിവസമായി നോമ്പ് റമദാനൊക്കെ നമ്മൾ തുടങ്ങിയിട്ട് ഞാൻ ഓതി തുടങ്ങിയിട്ടില്ലേ? ഞാൻ ജുസുകൾ കഴിഞ്ഞു തുടങ്ങിയിട്ടില്ലേ? പേജുകൾ മറിയുന്നില്ലേ എന്ന് സ്വയം ചിന്തിക്കണം സുഹൃത്തുക്കളെ. വിശുദ്ധ ഖുർആനിന്റെ കോപ്പികൾ പള്ളിയിലുണ്ട്, വീടുകളിലുണ്ട്. അത് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഖുർആൻ തന്നെയാണ് എടുത്ത് ഓതേണ്ടത്. എന്നാൽ ഒരു സ്ഥലത്തെത്തി നമ്മുടെ കയ്യിൽ ഖുർആനില്ല, അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മുടെ ആപ്പുകൾ ഉപയോഗപ്പെടുത്താം. ഖുർആനിന്റെ മുസഹഫിന്റെ പ്രത്യേകത മൊബൈലിൽ ആപ്പിനുണ്ടാവില്ല. അതുകൊണ്ട് പ്രാധാന്യത്തോടെയും ഏറ്റവും പ്രത്യേകമായും നമ്മൾ ഖുർആൻ തന്നെ എടുക്കാനും ഓതാനും തുടങ്ങണം. അത് ലഭിക്കാതെ വരുമ്പോൾ മൊബൈലിലെ ആപ്പുകൾ ഉപയോഗപ്പെടുത്തണം. മൊബൈലിൽ ഒരുപാട് കില്ലർ ഗെയിമുകളുണ്ട്, നേരം പോക്കിന്റെ പല ലുഡോക്കുകളും സുഡോക്കുകളും ഒക്കെയുണ്ട്. പക്ഷേ ഖുർആൻ പഠിക്കാനോ അർത്ഥമറിയാനോ കേൾക്കാനോ പറ്റുന്ന ഒരു ആപ്പ് പ്രിയപ്പെട്ട യുവാക്കളെ, ചെറുപ്പക്കാരെ, നമ്മുടെ കയ്യിലുണ്ടോ? ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ട്രെൻഡാണ്. ചെറിയ ചെറിയ ഷോപ്പുകളിൽ നിൽക്കുന്ന കുട്ടികൾ പോലും കയ്യിൽ ഐഫോൺ വേണമെന്നാണ്. ഐഫോൺ എവിടുന്ന് കിട്ടും? ഇൻസ്റ്റാൾമെന്റ്. എന്തിന് നീ ഐഫോൺ മേടിച്ചു? അവന്റെ കയ്യിലുണ്ട്, ഇവന്റെ കയ്യിലുണ്ട്, എന്റെ കയ്യിലില്ല. ഇത്രമാത്രം ജനങ്ങളുടെ ഉള്ളിലേക്ക് മൊബൈലിന്റെ വിലപിടിപ്പുള്ള മൊബൈൽ ബ്രാൻഡുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതിനകത്തൊരു അള്ളാഹുവിന്റെ കലാമ് കേൾക്കാൻ ഒരു ആപ്പ് നമ്മുടെ കയ്യിലുണ്ടോ? ഈ പരിശോധനയാണ് ഈ കാലഘട്ടത്തിന് മാറ്റത്തിനുള്ള കാരണങ്ങൾ. എല്ലാവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള പരിഹാരം അല്ലാഹുവിന്റെ ഖുർആനാണ്. ഖുർആൻ നെഞ്ചകത്ത് തറച്ചാൽ മഖാമുകളിലേക്ക്, ഉറൂസുകളിലേക്ക് ആനകളുടെ ചവിട്ടേറ്റ് മരിക്കാൻ ഒരു മനുഷ്യനും പോകൂല. വിശുദ്ധ ഖുർആനിന്റെ താളുകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ പിന്നീട് ദർഗകളിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞ് സുജൂദ് ചെയ്യൂല. പഠിക്ക്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച നന്മകളിലേക്ക്, തവക്കുലിലേക്ക് കയറി വന്നാൽ ഏലസ് ഉണ്ടാകൂല. അവൻ ജ്യോത്സ്യന്മാരടുത്ത് പോകൂല, അവൻ സിഹ്ർ ചെയ്യാൻ വേണ്ടി പോകൂല. അന്ധവിശ്വാസങ്ങളുടെ മാറാപ്പ് ഭാണ്ഡങ്ങളുടെ ചളിയിൽ നിന്നൊരു മനുഷ്യൻ സുരക്ഷിതനായി, ഇതെനിക്ക് അള്ളാഹു വിധിച്ചതാണ്, അള്ളാന്റെ ഖദറിനെ തടുക്കാൻ കഴിയില്ലെന്ന വലിയ അപാരമായ ഒരു തൗഫീഖും തവക്കുലും അവന്റെ ജീവിതത്തിൽ വരും. അവിടെയൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് ചൂഷണങ്ങൾ വരുന്നത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വഹാബിമാരിൽ പ്രമുഖനായിരുന്ന, സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബി, നബിന്റെ 2 മക്കളെ കല്യാണം കഴിച്ച ആളാ. ഉസ്മാനും ഫിൽ ജന്ന എന്നാണ് ഹദീസ്. ഉസ്മാൻ റളിയല്ലാഹു സ്വർഗ്ഗത്തിലാണെന്നാണ് ഹദീസ് പഠിപ്പിച്ചത്. അദ്ദേഹം പറയാണ്, ലൗ തഹറജ ഖുലൂബുനാ ലമാ ശബിഅനാ മിൻ കലാമില്ലാ. നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ ഖുർആനിന്റെ പാരായണത്തിൽ മതി വരില്ല. ഓതിയിട്ട് നമുക്ക് മതിയാവില്ല, നിർത്താനത് തോന്നൂല. എപ്പോ നമ്മുടെ ഹൃദയം നല്ലൊരു ശുദ്ധിയിലാണെങ്കിൽ, ഹൃദയം വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് മടുക്കൂല, നിർത്താതെ അതിലേക്ക് കടന്നു വരും. കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞു, എത്ര ഓതി. ഇതെന്താ റമദാൻ വരുമ്പോ മാത്രം ആലോചിക്കേണ്ട ഒന്നാണ് തോന്നിയിട്ടുണ്ട് നമുക്ക്. ഗ്രന്ഥത്തോട് പാടില്ലായിരുന്നു.
നമ്മൾ ഇപ്പോൾ എവിടെയാ നിൽക്കുന്നത് ആലോചിച്ചു. നമ്മുടെ മുൻഗാമികളായ സലഫുകൾ ഇമാം ഖതാദ റഹിമഹുല്ല രേഖപ്പെടുത്തുക, ഖതാദ റഹിമഹുല്ല ഫി കുല്ലി സബ്അ ലയാലി മറ, റമദാനാണെങ്കിലും അല്ലെങ്കിലും 7 ദിവസം കറങ്ങുമ്പോഴത്തേക്ക് ഒരു ഖത്മ തീർക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. നമുക്ക് 7 മാസം കൊണ്ട് പറ്റണില്ല. ഫഇദാ ജാഅ റമദാൻ ഖതമ ഫി കുല്ലി സലാസി ലയാലി മറ, റമദാൻ വന്നാൽ ആ പാരായണം ഒന്നുകൂടെ വർദ്ധിക്കും. 3 ദിവസം കൂടുമ്പോൾ ഒരു ഖത്മ ചെയ്യും, 3 ദിവസം കൂടുമ്പോൾ ഒരു ഖത്മ. ഫഇദാ ജഅൽ അശ്ർ, അവസാനത്തെ 10 വന്നാൽ നമ്മൾ അപ്പോഴത്തേക്കും എല്ലാം നിർത്തിവെച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങി, റമദാനൊക്കെ ഈദ് മുബാറക്ക് പറഞ്ഞു തുടങ്ങി. അവസാനത്തെ 10 വന്നാൽ ഖതമ ഫീ കുല്ലി ലൈലത്തി മറ, ഓരോ രാത്രി ഓരോ ഖത്മ. വേറെ പണിയില്ലല്ലോ, ഇരിക്കുക ഇബാദത്തിലാണ്. നമ്മൾ എത്ര പിറകിലാന്ന് ചിന്തിക്കാൻ ഞാൻ വേണ്ടി പറഞ്ഞതാ. ഞാൻ എന്നോടാ, നമ്മളെത്ര പിറകിലാണ്, നമുക്കെന്തു ന്യായമാണ് പറയാനുള്ളത്. കടകളിൽ എത്രയോ ആളുകൾ വെറുത്തിരിക്കുന്നു, സമരം ഒരു വഴിക്ക് നടക്കുന്നു, റോഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, വികസന പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഒരു ഭാഗത്തുണ്ട്. നമ്മൾ റമദാനിലാണ്. കിട്ടുന്നൊരൊഴിവുണ്ടെങ്കിൽ അവിടെ നമ്മുടെ കയ്യിൽ ശുദ്ധമായി പരിഭാവനമായി വെച്ച് നിയന്ത്രിച്ചൊരു ഖുർആൻ കൊണ്ടുപോയി വെച്ചാൽ കച്ചവടമില്ലാത്ത ബാക്കി സമയങ്ങൾ നമുക്ക് എത്ര ഓതാൻ പറ്റും. ആളുകൾക്കൊരു ധാരണ ഉണ്ട്, ഇത് പള്ളി പോയിരുന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഇല്ല, ഒതുവോടുകൂടെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് അള്ളാഹുവിൻ്റെ നിയത്ത് വെച്ചുകൊണ്ട് നമുക്കിത് പാരായണം ചെയ്യാൻ സാധിക്കണം. ഇമാം സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി മറ്റെല്ലാ ഇബാദത്തുകളും മാറ്റിവെച്ചുകൊണ്ട് റമദാൻ അങ്ങ് വന്നു കഴിഞ്ഞാൽ ഖുർആൻ പാരായണത്തിലേക്കാണ് പോകും. ദർസൊക്കെ നിർത്തിവെക്കുമായിരുന്നു എന്ന ആത്മീയതയുടെ അനുഭൂതി നമുക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ മാധുര്യവും ആനന്ദവും കണ്ടെത്താൻ ശ്രമിക്കണം. ഉലമാക്കന്മാര് പറയാ, വിശുദ്ധ ഖുർആനിന്റെ ആ ഒരു വികാരം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്നാൽ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും അങ്ങനെ കീഴ്പ്പെട്ടു കൊടുക്കുന്ന അവസ്ഥ. അതിലിങ്ങനെ പറയുന്ന ആയത്തുകൾ, മഹാനായ ഫുളൈൽ ഇബ്നു അയാദ് വഴിയിൽ ജനങ്ങളെ ശല്യം ചെയ്തിരുന്നു, സ്ത്രീകളെ ഉപദ്രവിച്ചിരുന്നു. ഖുർആനിന്റെ ഖുർആൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ പിന്നെ നിർത്തി. മക്കയിലെ അങ്ങാടികളെ വിറപ്പിച്ചിരുന്ന ഉമർ ഖത്താബ് തങ്ങളുടെ മനസ്സിലേക്ക് ഖുർആൻ ഇറങ്ങി ചെന്നപ്പോ ഒരു പാവം കുട്ടിയെ പോലെ പല സങ്കടങ്ങൾ വരുമ്പോൾ പൊട്ടിക്കരയുന്നൊരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റും ചരിത്രത്തിൽ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ദിവസവും യുദ്ധം നടത്തിയിരുന്ന, കലാപം നടത്തിയിരുന്ന മനുഷ്യന്മാര് മദീന പള്ളിയിലിരുന്ന് പൊട്ടിക്കരഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്ന മനസ്സെ നമുക്ക് വായിക്കാൻ പറ്റിയിരുന്നു. എത്രയെത്ര സംഭവങ്ങൾ നമുക്കുണ്ട്. ഈത്തപ്പനയുടെ നാടായ മദീനയിൽ അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞുവെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ലാത്തയിൽ നിന്ന് ഉസ്സയിൽ നിന്ന് ജാഹിലിയത്തിനെ തിരിച്ചു വിളിച്ചുവെങ്കിൽ നമ്മുടെ നാട്ടിലെ ശിർക്കിന്റെ ഖുറാഫാത്തിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് ജനങ്ങളെ തിരിച്ചു വിളിക്കാൻ നമുക്ക് പറ്റുമെന്നാണ് ഈ പഠിപ്പിക്കുന്നത്. അറിവില്ലായ്മ കൊണ്ട് അജ്ഞത പേറി പരസ്പരം കഴുത്തറുത്ത സമൂഹത്തിലെ ഉത്കൃഷ്ടരാക്കി ഒരു ജനതയാക്കി മാറ്റിയത് ഈ ഖുർആനാണ്. അതാഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ തൊലികൾ ഇങ്ങനെ, നമ്മുടെ രോമം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. പ്രിയപ്പെട്ടവരെ, ഒന്ന് തുറന്നു വായിക്ക്. അള്ളാന്റെ ഖുർആൻ പറയാണ്, തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ആയത്തുകൾ അത് അതിന്റെ മനസ്സിനെയും അവന്റെ ശരീരത്തിനെയും സ്വാധീനിക്കുകയാണ്. അവന്റെ ശരീരത്തിലെ തൊലികളെ വരെ രോമാഞ്ച പുളകിതമാക്കുകയാണ്. റബ്ബിനെ പേടിക്കുന്നവർക്ക് അവരേറ്റവും ലോല പെരുമാറ്റത്തിലേക്ക് മാറ്റുകയാണ്. അവരുടെ കൽബുകളെ ആ ഖുർആൻ നന്നാക്കുകയാണ്. എന്താ പണി? ഖുർആൻ അനുസരിച്ച് ജീവിക്കാം. നമ്മൾ ആരാവുക? ഓതുന്ന ഖുർആന് പകരം ജീവിക്കണ ഖുർആനാകുക. നമ്മുടെ ജീവിതം മൊത്തം ഖുർആനാകുക. ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങളെ കുറിച്ച് പറഞ്ഞു, നബി തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു. നമ്മളൊരു വിശുദ്ധ ഖുർആനിന്റെ പഠിതാവായ ഒരു ഖുർആനിന്റെ ആളാണെങ്കിൽ ഒരു ഭാര്യനോട് മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്ക്, പെരുമാറ്റത്തിന് ആകെയും വയലൻസ് കാണിക്കുന്ന ഒരു ഭർത്താവിനെ നിങ്ങൾക്ക് ആകാൻ കഴിയില്ല. ദീനി രംഗത്തെ ഖുർആനിന്റെ പഠിതാവായി താല്പര്യപൂർവ്വം ദീന് മനസ്സിലാക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിന് ഭർത്താവിനോട് നീരസം കാണിക്കാൻ, അതല്ലെങ്കിൽ ഒരു പുച്ഛഭാവത്തോടെയുള്ള പെരുമാറ്റത്തിന് ഒരു ഭാര്യക്ക് കഴിയില്ല. ഒരു സഹപാഠിക്ക് മരണം വിധിക്കുന്നതിന് പകരം സ്നേഹം പകർന്നു കൊടുക്കുന്ന ഒരു കുട്ടിയെ
ഖുർആനിലൂടെ നമുക്ക് മാറ്റാൻ കഴിയും. ഖുർആനിനെ ജീവിതം കൊണ്ട് ധന്യമാക്കിയ ആളുകൾ ഈ നാട്ടിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ സമൂഹം അവരെ ഓർത്തുകൊണ്ട് വേദനിക്കും. അവർ ഒരിക്കലും സമൂഹത്തിന് വേദനയാകില്ല. അവരെ ഓർത്തുകൊണ്ട് വേദനിക്കുന്നവരായി മാറും. അവരൊരാളെയും കണ്ണീര് കുടിപ്പിക്കില്ല. ആ ഖുർആനിനെ യഥാർത്ഥ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അവർ ഇരുന്ന് കരയും. അവർ ഒരാളെയും കരയിപ്പിക്കില്ല. മാതാപിതാക്കൾ അവർ വേദനിപ്പിക്കില്ല. അവർ ഭാര്യ ഭർത്തുക്കളെ, മക്കളെ, പ്രിയപ്പെട്ട അയൽവാസിയെ, തൻ്റെ സഹപാഠി സുഹൃത്തുക്കളെ ഒരാളെയും വേദനിപ്പിക്കാത്തവനായി മാറും. വഇദാ സമിഉ മാ അൻസല ഇല റസൂലി തറാ അയുനഹും തഫീദു മിനദ്ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്. അവരുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ പൊഴിക്കും. യഖൂലൂന, അവർ പ്രാർത്ഥിക്കും, റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. ഇതിനൊക്കെ സാക്ഷികളായവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കും. അതുകൊണ്ട് നമ്മളോട് അല്ലാഹുവിൻ്റെ ഖുർആൻ പറയാണ്, നിങ്ങൾക്ക് ഈ ഖുർആൻ ഏറ്റവും അനുഗ്രഹീതമായ വഴിയിലേക്ക് നിങ്ങളെ നടത്തും. അതുകൊണ്ട് നമ്മളിത് നന്നായി പഠിക്കണം, പാരായണം ചെയ്യണം. ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി ശാഫിഅൻ ലി അസ്ഹാബി. ഖുർആൻ നന്നായി ഓദിക്കൂ. നാളെ പരലോകത്ത് ഒരാളും രക്ഷിക്കാനില്ലാത്ത ദിവസത്തിൽ ഖുർആൻ അതിനുവേണ്ടി ശുപാർശ പറയും. അൽ ബഖറയും ആലി ഇംറാനും നന്നായി ഓദിക്കോ. ഖിയാമത്ത് നാളിൽ സംരക്ഷണം തരുന്ന സൂറത്തുകളാണ്. സൂറത്തുൽ ബഖറ നന്നായി ഓദിക്കോ. ഫഇന്ന അഖദഹാ ബറകത്തുൻ, അത് നിങ്ങൾക്ക് ബറക്കത്താണ്. ഫഇന്ന വതർകഹാ ഹസറത്തുൻ, ബഖറ നിങ്ങൾ പാരായണം ചെയ്യുന്നത് ഒഴിവാക്കിയാൽ നഷ്ടമാണ്. വലാ തസ്തതിഉഹൽ ബത്വല, യോദ്ധാക്കൾക്കല്ലാതെ ധീരന്മാർക്കല്ലാതെ അത് കഴിയൂല. ഓതാൻ തുടങ്ങണം. ആളുകൾ ചോദിക്കും, ബറക്കത്തുണ്ടാകാൻ എന്താ ചെയ്യേണ്ടത്? ബറക്കത്തുണ്ടാവാൻ ഖുർആൻ പറയുന്നു, ഖുർആൻ എത്ര നമ്മൾ ഓതുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ബറക്കത്ത് കൂടിക്കൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആൻ എത്ര നമ്മൾ ഓതുന്നോ അത്രയാണ് പരലോകത്ത്. ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ, നീ ഖുർആൻ ഓതി എവിടെയാണോ ദുനിയാവിന്ന് അവസാനിക്കുന്നത് അവിടെയാണ് സ്വർഗത്തിലും നിനക്ക് സ്ഥാനം. അതിനനുസരിച്ചുകൊണ്ട് സ്വർഗത്തിലെ സ്ഥാനം കൂടും. ഈ ഖുർആനിനെ മാറ്റിവെച്ചു ജനങ്ങൾ. പകരം മാലയും ഹദ്ദാദും റാത്തീബും അടക്കം. ഇന്ന് രാവിലെ ഞാൻ ഒരാവശ്യാർത്ഥം ഇങ്ങനെ ഫോണിൽ സ്വലാത്തുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിന് വേണ്ടി സെർച്ച് ചെയ്തപ്പോൾ ഒരു സ്വലാത്തിൻ്റെ ചാനലിൽ ലൈവ് നടക്കുകയാണ്. സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞുകൊണ്ട് പുലർച്ചെ രാവിലെ 5:30 മണിക്ക് 25,000 ആളുകൾ ആ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലൈവായിട്ട് കണ്ട്. എന്താ ചാനൽ? സ്വലാത്തുൽ ഫാത്തിഹ. ഒരു മനുഷ്യനുണ്ടാക്കി അയാളുടെ കച്ചവടത്തിന് അയാൾക്ക് ജീവിക്കാൻ വേണ്ടി ഒരു സ്വലാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കമൻറ്റുകളും പ്രാർത്ഥനകളും എന്തൊക്കെ കറാമത്തുകളും പറഞ്ഞ് ഇസ്ലാമിലില്ലാത്ത സ്വലാത്തുകളും ഹദ്ദാദും കൊത്തറാത്തീബും കൊണ്ടുവന്ന് നിറച്ച് ഈ സമൂഹത്തിന് ഖുർആനിൽ നിന്ന് ഛിന്ന ഭിന്നമാക്കിയപ്പോൾ നാട്ടിലുണ്ടായ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം ആർക്ക് ചാർത്തണമെന്ന് ചിന്തിക്കണം നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർക്കുന്ന, ജീവിതത്തിൽ പകർത്തുന്ന, അതിൻ്റെ പൂർണ്ണ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന നല്ലവരായ ഖുർആനിൻ്റെ ആളുകളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് പ്രവാചക വചനങ്ങൾ പാലിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. 3 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുക. ഒന്ന്, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച. മാസങ്ങളുടെ നേതാവാണ് റമദാൻ. ആരാധനകളുടെ ഒരു കേന്ദ്രമായ നോമ്പിനെ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം കൂടെ സംഗമിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ഇന്ന് അധികരിക്കണം. ഇന്നലെ ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥന ഇന്നുണ്ടാവണം. വെള്ളിയാഴ്ചയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പല സാധ്യതകളാണ് ഇന്ന്. വെള്ളിയാഴ്ചയാണ്, റമദാനാണ്, നോമ്പാണ്, പലതുണ്ട്. പ്രത്യേകിച്ചും അസറിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിലുള്ള സമയം പരമാവധി നമ്മുടെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. നമ്മൾ പള്ളിയിൽ നേരത്തെ എത്തേണ്ടവരാണ്.
പള്ളിയിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, ബാങ്ക് കൊടുത്തപ്പോൾ എത്ര സഫാളുണ്ടായിരുന്നു, പിന്നെ എത്ര പേര് കയറി വന്നു, ഇപ്പൊ ഇതിൻ്റെ മേലെ എത്ര പേര് ഇരിക്കുന്നുണ്ട്. കാരണങ്ങൾ കൊണ്ട് വൈകിയവരുണ്ടാകാം, ഒരു കാരണമില്ലാതെ സാധാരണ ഒരു ചടങ്ങ് പോലെ കുളിക്കുന്നു, മാറുന്നു, പോകുന്നു, കിട്ടിയാൽ നിസ്കരിക്കുന്നു, കിട്ടിക്കഴിഞ്ഞാൽ പോരുന്നു. അതിനപ്പുറത്ത് ഈ വെള്ളിയാഴ്ച എനിക്ക് ഇബാദത്താണ് എന്ന് ചിന്തിക്കാത്തവരാണ് ഞാൻ പറയുന്നത്. സൂറത്തുൽ ജുമുഅ എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട് ഖുർആനിൽ. ജുമുഅ എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട് ഖുർആനിൽ. വസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ, നിങ്ങൾ ഹലാലായ കച്ചവടം നിർത്തിവെച്ച് നിങ്ങൾ ജുമുഅയിലേക്ക് പങ്കെടുക്കണം എന്ന് പറഞ്ഞ ഖുർആനിൽ ആയതുണ്ട്. എന്നിട്ട് നമ്മൾ എപ്പോഴാണ് എത്തിയത്? ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് മലായിക്കത്തുകൾ അവസാനം മെമ്പറിൽ ഇമാം കയറി സംസാരം ആരംഭിച്ചതോടെ മലക്കുകൾ അവരുടെ രേഖാപുസ്തകം എഴുത്തു നിർത്തി. അവർ പോലും ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കുമെന്ന ഹദീസ്. അതുകൊണ്ട് ഞാനത് സ്നേഹത്തോടെ പറയാം, വൈകി വരുന്നവർ തീർച്ചയായും മാറി ചിന്തിക്കണം. അത് റമദാനിൽ പ്രത്യേകിച്ച്. എന്നിട്ടും നമുക്ക് മാറ്റങ്ങളില്ലേ എന്ന് ചിന്തിക്കുക. ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഹജ്ജിന്റെ വേളയിൽ അറഫയിൽ സംഗമിക്കുന്ന സംഗമം കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ നല്ല സംഗമമാണ് വെള്ളിയാഴ്ച സംഗമം. അതിനെന്താ നമ്മൾ വില കൊടുക്കാത്തത്? എന്താ ഗൗരവം കാണാത്തത്? ചടങ്ങായി മാറരുത്, ഇബാദത്താക്കി മാറ്റേണ്ടതുണ്ട്. ഖിയാമത്ത് നാള് സംഭവിക്കുന്നതില്ല. വെള്ളിയാഴ്ച ദിവസമല്ലാതെ ഖിയാമത്ത് നാൾ നടക്കൂല. അത്രക്ക് സ്ട്രോങ് സംഭവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്തതിന് ഗൗരവം കാണാത്തത്? നല്ലവണ്ണം ചിന്തിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്യുക. സ്വലാത്തുകൾ, ഇസ്ലാം പഠിപ്പിച്ച സ്വലാത്തുകൾ അധികരിപ്പിക്കുക. പരമാവധി നേരത്തെ പുറപ്പെടുക. അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജുമുഅയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം റമദാൻ, അതിൻ്റെ തറാവീഹ് നമസ്കാരങ്ങൾ. അതിനെ പലപ്പോഴും തുടക്കത്തിലുണ്ടാകുന്ന ആവേശത്തു നിന്ന് പതുക്കെ പതുക്കെ ദിവസങ്ങൾ കഴിയുമ്പോൾ കൊഴിഞ്ഞു പോവുകയും മാറി നിൽക്കുകയും പലതിലേക്കും ശുഗലുകളിലേക്കും ഒക്കെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഖാമ റമദാന ഈമാനം വഹ്തിസാബ, ഈമാനോടെ പ്രതിഫലം പ്രതീക്ഷിച്ച റമദാനിലെ രാത്രി നിസ്കാരം നിർവഹിച്ചാൽ കഴിഞ്ഞ കാല പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അത് വെറുതെ വെച്ച പോരിശയല്ല. പകല് മുഴുവൻ അധ്വാനിക്കുന്ന മനുഷ്യനോടാണ് രാത്രി നിസ്കരിക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഹാഫിദ് ബിൻ റജബ് റഹിമഹുല്ല പറയാണ്, ജിഹാദാനി ലിനഫ്സി, റമദാനിൽ 2 ജിഹാദാണ് ഒരു മനുഷ്യൻ അനുഭവിക്കുന്നത്. ജിഹാദും ബിന്നഹാരി അലസ്യാമി, പകല് മുഴുവൻ ഈ ചൂട് പിടിച്ച് ഈ ഏറ്റവും വലിയ പ്രയാസം നിറഞ്ഞ ഉഷ്ണ കാലഘട്ടത്തിൽ പോലും അവൻ നോമ്പെടുത്തുകൊണ്ട് ജിഹാദിലാണ്. വജിഹാദും ബില്ലൈലി അലൽ ഖിയാമി, രാത്രിയിൽ അവൻ എഴുന്നേറ്റ് നിസ്കരിച്ച് ജിഹാദിലാണ്. ക്ഷീണുണ്ട് കാരണം കിടക്കല്ല, ഉണ്ടാവും. എങ്കിലും അവൻ അതൊക്കെ മാറ്റിവെച്ച് നോമ്പ് തുറന്നാലും അവൻ ഇബാദത്തിലും ജിഹാദില. ഫമൻ ജമഅ ബൈന ഹാദൈനിൽ ജിഹാദൈൻ, ഈ 2 ജിഹാദ് ഒരാളിൽ ഉണ്ടായാൽ വുഫിയ അജ്റുഹു ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത പ്രതിഫലമാണ് അവർക്ക് നൽകുക. പക്ഷേ കേരളത്തിൻ്റെ പുതിയ ഒരു അവസ്ഥയിൽ നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന പോലെ രാത്രിയിൽ പകലിലെ എല്ലാം മാറ്റിവെച്ച് രാത്രി അവിടുന്ന് അങ്ങോട്ട് കറക്കങ്ങളും തീറ്റകളും പുറത്തിറങ്ങി വിലസുന്ന കാഴ്ചകളുമൊക്കെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ അതിലൊരാളല്ല എന്ന് ഉറപ്പുവരുത്തുക. 3ാമത്തെ കാര്യം നോമ്പ് തുറപ്പിക്കുക. നോമ്പ് തുറപ്പിക്കുക എന്നത് ഹദീസിൽ പറഞ്ഞത്, മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ലു അജ്രി, നമ്മൾ നോമ്പ് നോറ്റാൽ നമുക്കെന്ത് കൂലിണ്ടോ, നോമ്പ് തുറപ്പിച്ചാൽ അതിൻ്റെ നോമ്പുകാരൻ്റെ എല്ലാ പ്രതിഫലവും വീണ്ടും ഇവന് രേഖപ്പെടുത്തും, ഒട്ടും കുറയില്ല. മഹാരഥന്മാരായ സലഫുകൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, മാലിക് ഇബ്നു ദീനാർ, അഹ്മദ് ഇബ്നു ഹംബൽ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും അജ്മഈൻ, മഹാരഥന്മാർ, അവരെ പറ്റി പറയാണ്, ലാ യുഫ്തിറു ഇല്ലാ മഅൽ യതാമ വൽ മസാകിൻ, നോമ്പ് തുറക്കാൻ സമയത്ത് 4 യതീമിനും മിസ്കീനും കൂട്ടിപ്പിടിച്ചിരുന്നിട്ടല്ലാതെ ഇഫ്താറില്ല. നമ്മൾ പൈസക്കാരെ നോമ്പുറപ്പിക്കുക, നമ്മൾ ചങ്ങായിമാരെ വിളിച്ച് നോമ്പുറപ്പിക്കുക, വേണ്ടാന്നോ കുറ്റണ്ടെന്നൊന്നല്ല പറഞ്ഞത്. കൂടെ നമ്മളെ മനസ്സിൽ കയറണം, എൻ്റെ ഇഫ്താറിൻ്റെ കൂട്ടത്തിൽ 4 യതീമിങ്ങൾ, ഒരു 10 മിസ്കീനെ പിടിച്ചുകൊടുന്ന് ഭക്ഷണത്തിനും വിശപ്പ് മാറാനും കൊതിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. അവർക്ക് നീ നോമ്പ് തുറ നടത്ത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. പള്ളിയിൽ നടക്കുന്ന ഇഫ്താറുകൾ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട എല്ലാവരും സഹകരിക്കുക. അവർക്ക് നൽകിയ ഇത്രയും ദിവസങ്ങളിൽ പലരും അത് ഓഫർ നൽകി 8000 രൂപയാണ്. അള്ളാഹു അത് കബൂലാക്കുകയും വലിയ ഹൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നലെ നമുക്ക് ഇഫ്താറിന് വേണ്ടി സംഖ്യ തന്നത് അൽഹംദുലില്ലാഹ് ഇസ്ലാമിലേക്ക് പുതുതായി വന്ന ഒരു ഡോക്ടർ അഭിലാഷ് എന്ന നമ്മുടെ ഒരു സുഹൃത്താണ് നമുക്ക് ഇന്നലെ ഇഫ്താറിനുള്ള ഭക്ഷണം തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഏറ്റവും നല്ല ഹിദായത്തിൻ്റെ വെളിച്ചം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയുടെ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അത്യാവശ്യം വലിയ വർക്കുകൾ വന്നിട്ടുണ്ട്, ഇനിയും പണികൾ ബാക്കിയുണ്ട്. 2 ലക്ഷം രൂപ നമുക്ക് ആവശ്യമുണ്ട് സുഹൃത്തുക്കളെ എല്ലാവരും. അതുകൊണ്ട് ഈ തുടക്കത്തിൽ ഇന്നൊരു വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ച് അത് നോട്ട് ചെയ്യുകയും നിങ്ങളുടെ കയ്യിൽ ഒരു സ്ലിപ്പ് ഒരു പേപ്പർ തരും. നിങ്ങൾക്ക് സാധ്യമാകുമെങ്കിൽ റമദാൻ കഴിഞ്ഞാൽ 100 രൂപ മുതൽ ഞാൻ മാസം വരിസംഖ്യ തരാമെന്ന് പറയാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഈ പള്ളി കൊണ്ട് എത്ര പേർക്ക് അൽഹംദുലില്ലാഹ് ഇവിടെ ഇരിക്കുന്ന ശ്രോതാക്കളെക്കാൾ 10,000-കണക്കിന് ആളുകൾ മറ്റു വഴിക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. ആഗ്രഹിക്കുന്നവർ, പുണ്യം പ്രതീക്ഷിക്കുന്നവർ 100 രൂപ മുതൽ എത്രയും ഒരു സംഖ്യ എന്നെ കൊണ്ട്, എൻ്റെ മക്കളെ കൊണ്ട്, മൂത്ത മകൻ ഇത്രേ, രണ്ടാമത്തെ മകൻ ഇത്രേ ഇങ്ങനെ ഓരോരുത്തരെയും നമ്പർ ചെയ്ത് നമ്മുടെ ഖബറിലേക്കുള്ള ഒരു ലാഭവിഹിതം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രമിക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് ഇന്ന് ജുമാ നമസ്കാരം കഴിഞ്ഞ് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ദീനിയായ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സംശയങ്ങളെ അത് കൃത്യമായി അതിൻ്റെ എല്ലാ നിലക്കും മാറ്റിവെക്കാനും സംശയങ്ങൾ കൃത്യമാക്കി തീർക്കുവാനൊക്കെ അവസരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം ഉപകാരമുള്ള അറിവ് വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. നമ്മുടെ പള്ളിയെയും ദീനി സ്ഥാപനത്തെയും ഇവിടുത്തെ സംരംഭങ്ങളെയും ഒക്കെ സഹായിച്ച എല്ലാവർക്കും അല്ലാഹുവേ നീ അവരുടെ നല്ല മുറാദുകളെല്ലാം ഹാസിലാക്കി കൊടുക്കണമേ. അല്ലാഹുവേ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഒരുപാട് ആളുകൾ, ബന്ധുക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ 6 അടി മണ്ണിലാണ്. റഹ്മാനെ നീ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. രോഗികളായി ഈ റമദാനിലും ഏറെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. റബ്ബേ നീ സമ്പൂർണ്ണമായ ശിഫ അവർക്ക് നൽകണമേ. റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണമേ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കി മാറ്റണമേ. അപകടങ്ങൾ വിതക്കുന്ന വിനാശകരങ്ങളായ പുതിയ തലമുറയിലെ മക്കളിൽ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ ഒന്നും ഉൾപ്പെടുത്തല്ല. റഹ്മാനെ നല്ല ഇണകളെ, നല്ല കുടുംബജീവിതത്തെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന സകല ഫിത്നകളിൽ നിന്നും ഞങ്ങളെ എല്ലാം കാത്തു രക്ഷിക്കണമേ. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ പ്രയാസപ്പെടുന്ന ഗസയിലെ, ഫലസ്തീനിലെ, സിറിയയിലെ, ലബനാനിലെ, ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലെ ദുരിതം അനുഭവിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങൾക്കും നീ ആശ്വാസം നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തവഫനാ മുസ്ലിമീൻ والحقنا بالصالحين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.